അടുത്ത നമുക്ക് നോക്കേണ്ടത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ജൂൾസ് ലോ ആണ്. നമുക്കറിയാവുന്നത് തന്നെയാണ്. ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന പേരിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താ ഇക്വേഷൻ പറയുന്നത്? H=I²RT. R റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിലൂടെ I കറണ്ട് T സമയത്തിൽ ഫ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റിനുള്ള ഇക്വേഷൻ ആണ് H=I²RT. അത് എപ്പോഴൊക്കെ കൂടുമെന്ന് നമുക്കറിയാം. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടും, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടും, ടൈം ഓഫ് ഫ്ലോ കൂടിക്കഴിഞ്ഞാലും ഹീറ്റ് കൂടും. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഓഫ് ഫ്ലോ. ഇങ്ങനെ വായിക്കാൻ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഓഫ് ഫ്ലോ. ഇക്വേഷൻ എന്താണ്? H=I²RT. ഹീറ്റിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂള് തന്നെയാണ്. ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ്, അതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂള് തന്നെയാണ്. ക്യാപിറ്റൽ J എന്ന അക്ഷരം കൊണ്ട് നമ്മൾ എഴുതുന്നു. അടുത്ത നോക്കേണ്ടത് ഇലക്ട്രിക് പവർ ആണ്. ഇലക്ട്രിക് പവർ ഈസ് ഈക്വൽ ടു എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം. ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു energy consumed per unit time. It is the energy consumed by a conductor per second. ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടർ കൺസ്യൂം ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഹീറ്റ് ലിബറേറ്റഡ് പെർ യൂണിറ്റ് ടൈം. പവർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ ഉണ്ടാക്കുന്ന ഹീറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ത് തന്നെയാണ്? പവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പവറിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഹീറ്റിനുള്ള ഇക്വേഷൻ? എന്താണ്? I²RT എന്നറിയാം, ഡിവൈഡഡ് ബൈ T. ഇങ്ങനെയെങ്കിൽ പവറിന് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും, I²R എന്ന് കിട്ടും. ഓംസ് ലോയുടെ നമുക്ക് കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, V=IR എന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്നും I=V/R എന്ന ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ പവർ I ക്ക് പകരം V² ഡിവൈഡഡ് ബൈ R² ഇൻറ്റു R എന്ന് കൊടുത്താൽ പവർ V²/R എന്നൊരു ഇക്വേഷൻ കിട്ടും. R² മാറും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ. രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത് ഇതിൽ നിന്നും ആറിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ V/I എന്നൊരു ഇക്വേഷൻ കിട്ടും. V/I എന്ന ഇക്വേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്നാവും? പവർ I² ഇൻറ്റു ആറിന് പകരം V/I. ദെൻ ഇക്വേഷൻ ബിക്കംസ് പവർ P I²ഉം Iയും ക്യാൻസൽ ചെയ്ത് പോയാൽ VI. ദെൻ വി ഗെറ്റ് മൂന്ന് ഇക്വേഷൻ കിട്ടും. ഏതൊക്കെയാണ്? P I²R, P V²/R, P V ഇൻറ്റു I. ഓർത്ത് വയ്ക്കുക, മൂന്ന് ഇക്വേഷൻസ്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടും ഉപയോഗിക്കുന്ന ഡിവൈസിനെ നമ്മൾ വിളിച്ച പേരാണ് ട്രാൻസ്ഫോമർ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫോമർ കാണുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ട്രാൻസ്ഫോമർ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യുന്നത്? അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സെക്ഷൻ പരിചയപ്പെടുന്നു, പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ കേബിൾ. ട്രാൻസ്മിഷൻ കേബിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോസ്റ്റിലൂടെ വലിച്ചിരിക്കുന്ന ലൈൻ കമ്പി. അത് തന്നെയാണ് ട്രാൻസ്മിഷൻ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. പവർ സ്റ്റേഷനിൽ നിന്നും ദൂരെയുള്ള ഒരു വീടിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടത്തേക്കെങ്കിലും P പവറിനെ കൊണ്ടെത്തിക്കണം. ഈ P പവറിനെ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ഇത് കടന്നു പോകുന്നത് ഒരു ട്രാൻസ്മിഷൻ കേബിളിലൂടെ ആയിരിക്കും. ഈ ട്രാൻസ്മിഷൻ കേബിളിനൊരു റെസിസ്റ്റൻസ് RC എന്നൊരു റെസിസ്റ്റൻസ് എടുത്തു എന്ന് വിചാരിക്കുക. ഇതുവഴി കടന്നു പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു കണ്ടക്ടർ വഴി, ട്രാൻസ്മിഷൻ കേബിൾ വഴി ഒരു പവർ ലോസ് ഉണ്ടായിരിക്കും ഹീറ്റിന്റെ ഫോമിൽ. ആ പവർ ലോസിനുള്ള ഇക്വേഷൻ ഞാൻ പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ കേബിൾ PC എന്ന് എഴുതുന്നു. ഇറ്റ് ഈക്വൽ ടു എത്രയായിരിക്കും? I² ഇൻറ്റു RC ആയിരിക്കും. ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള പവറിന് ഒരു ഇക്വേഷൻ ഞാൻ കൊടുക്കുന്നു, VI എന്നൊരു ഇക്വേഷൻ കൊടുക്കുന്നു. അവിടെ നിന്ന് Iക്ക് ഒരു ഇക്വേഷൻ എടുത്ത് ഇവിടെ കൊടുത്താൽ എന്തെന്ന് വരും? PC ഈസ് ഈക്വൽ ടു Iക്ക് പകരം അവിടെ നിന്ന് P/I എന്ന് കൊടുക്കുക, അല്ലെ P/V എന്ന് കൊടുക്കാം. ഇപ്പൊ എന്ത് വരും? P² ഡിവൈഡഡ് ബൈ V² ഇൻറ്റു RC എന്ന് എടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ഡിവൈസിലേക്ക് കൊടുക്കേണ്ട പവർ, ഒരു ഡിവൈസ് വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ വീടിന് ആവശ്യമായിട്ട് വരുന്ന പവർ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്മിഷൻ കേബിളിന്റെ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ പവർ ലോസ് PC ഈസ് പ്രപ്പോർഷണൽ ടു ദ Pയും കോൺസ്റ്റന്റ് ആണ്, Rയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈക്വൽ സൈനുമായിട്ട് ചേർത്ത് പ്രപ്പോർഷണൽ ആയിട്ട് എഴുതിയാൽ P ഈസ് പ്രപ്പോർഷണൽ ടു V² എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇതിൽ നിന്ന് പവർ ലോസ് കുറയുന്നതാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത്. പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടൻഷ്യലിനെ അങ്ങ് കൂട്ടുന്നു.
അപ്പൊ എത്രത്തോളം പൊട്ടൻഷ്യലിൽ കൂട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്ലൈ വിടുന്നു, അത്രത്തോളം നമുക്ക് എന്ത് കുറഞ്ഞിരിക്കും? പവർ ലോസ് കുറഞ്ഞിരിക്കും, ഹീറ്റിന്റെ ഫോം കുറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യലിനെ കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു പവർ സ്റ്റേഷനിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് 11 kV എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് വരുന്നത്. 11 kV എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11,000 വോൾട്ട് ആണ്. ഇത്രയും വോൾട്ടിലാണ് നമുക്ക് എവിടെ വരുന്നത്? ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് വരുന്നത്. പിന്നെ ട്രാൻസ്ഫോമർ അതിനെ കുറച്ചിട്ടാണ് 220 മുതൽ 240 വരെയുള്ള വോൾട്ട് ആക്കിയതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫോമർ വരെ കറണ്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഹൈ പൊട്ടൻഷ്യലിലാണ് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ പൊട്ടൻഷ്യലിൽ കൊണ്ടുവരുന്നത്? പവർ ലോസ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് ആ പൊട്ടൻഷ്യലിനെ കുറച്ചാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. എന്താണ് പവർ ലോസ് ഇൻ ട്രാൻസ്മിഷൻ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിൽ എന്തുണ്ടാവും? പവറിന് ലോസ് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ കടത്തി വിടുന്ന പൊട്ടൻഷ്യൽ അങ്ങ് കൂട്ടുന്നു. എന്ത് ലാസ്റ്റ് ഒരു ഇക്വേഷൻ നമുക്കൊന്ന് മനസ്സിലിട്ടേക്കുക. പവർ ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v². എന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, മനസ്സിലിട്ടേക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ചാർജിങ് ഓഫ് എ സെല്ലാണ്. ചാർജിങ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട്, വാഹനങ്ങളുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ നമ്മൾ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ് നമ്മളിവിടെ തരാനായിട്ട് പോകുന്നത്. ഇതാ ഒരു ചാർജർ സർക്യൂട്ട് ഇവിടെ എടുക്കുകയാണ്. ചാർജർ എടുക്കുകയാണ്. ചാർജറിന് പോസിറ്റീവും ഉണ്ടായിരിക്കും, നെഗറ്റീവും ഉണ്ടായിരിക്കും. ചാർജർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ചാർജറിന്റെ പോസിറ്റീവ് നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെല്ലിന്റെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്നു. ചാർജറിന്റെ നെഗറ്റീവ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള എന്തിന്റെ സെല്ലിന്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ചാർജർ സർക്യൂട്ട് വർക്ക് ആവുന്നത്. അങ്ങനെയെങ്കിൽ ചാർജറിൽ നിന്നും വരുന്ന കറണ്ട് ഈ ബാറ്ററിയുടെ എവിടെ വരും? പോസിറ്റീവ് ടെർമിനലിൽ വന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോയി തിരിച്ച് ബാറ്ററിയുടെ ഏത് പോയിന്റിലേക്ക് എത്തും? നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തും. ഇത്ര മാത്രമേ ഉള്ള ഒരു ചാർജിങ് ഓഫ് എ സെല്ലിന്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജറിന്റെ പോസിറ്റീവ് സെല്ലിന്റെ പോസിറ്റീവുമായും ചാർജറിന്റെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ E+IR തുല്യമായിരിക്കും. E+IR തുല്യമായിരിക്കും. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വഴി പാസ് ചെയ്തു പോകുന്ന കറണ്ട് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ മാത്രം നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു വ്യത്യാസം നമ്മൾ കാണും. ഇവിടെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ സെൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് EMF. ഇവിടെ EMF-നേക്കാൾ കൂടുതൽ വാല്യൂ ആർക്ക് കിട്ടും? സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കിട്ടുന്നു. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴും മാത്രമാണ്? ചാർജിങ് ഓഫ് എ സെല്ല് നടക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, മനസ്സിലിട്ടേക്കുക. ഇനി ഇവിടെ നമുക്ക് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V - E ആയിരിക്കും അല്ലെ. ഇതിനെ നമുക്ക് IR എന്ന് എഴുതാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോസ്റ്റ് വോൾട്ടേജ്. ഇതെന്ന് വിളിക്കുന്നു ലോസ്റ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു. ഇത് നമുക്ക് ഒരിക്കലും ഒരു എന്താണ് വോൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂ ഒന്നും അല്ല. മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ചാർജിങ് ഓഫ് എ സെൽ, അതിന്റെ സർക്യൂട്ട് എങ്ങനെ ഇരിക്കുന്നു, അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF-ഉം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇത്ര കാര്യങ്ങളൊന്നും മനസ്സിൽ നോട്ട് ചെയ്തിട്ടേക്ക്. നമുക്ക് നോക്കേണ്ടത് ചാർജിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ സ്റ്റോറേജ് ബാറ്ററി ഓഫ് EMF 8 volt and resistance 0.5 ohm is being charged by a 120 volt DC supply using a series resistor of 15.5 ohm. What is the terminal voltage of the battery during charging? അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റോറേജ് ബാറ്ററി 8 വോൾട്ടും ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ഉള്ള ഒരു സ്റ്റോറേജ് ബാറ്ററി നമ്മുടെ കയ്യിലുണ്ട്. എന്ന് വരയ്ക്കാം. 8 വോൾട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ഓം ഉള്ള ഒരു ബാറ്ററി നമ്മുടെ കയ്യിലുണ്ട്. ആ ബാറ്ററിയെ നമ്മൾ ആരുപയോഗിച്ച് ചാർജ് ചെയ്യുകയാണ്? 120 വോൾട്ട് DC സപ്ലൈ ഉപയോഗിച്ച് ചാർജ് ചെയ്യണം. അപ്പോൾ ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ആണ്, ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. ഇതിനെ നമ്മൾ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെ കണക്ട് ചെയ്യണം? ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 120 വോൾട്ടിന്റെ പോസിറ്റീവ് നമ്മുടെ സെല്ലിന്റെ എന്തുമായി തന്നെ വരണം? പോസിറ്റീവായി തന്നെ വരണം. ഇതാ മാത്രമല്ല ആരെയും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു സീരീസ് റെസിസ്റ്ററിനെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്രയാണ്? 15.5 ഓം സീരീസ് റെസിസ്റ്ററിനോട് കണക്ട് ചെയ്തു. ഇനി ചോദിച്ചിട്ടുള്ളത് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണെന്നുള്ളത്.
എന്തറിയാം നമുക്ക്? ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മൊത്തത്തിൽ വരുന്ന 120 വോൾട്ടിൽ നിന്നും ഇത്ര പോയിട്ട് ബാക്കിയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇത്രയും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പോയിട്ട് അവശേഷിക്കുന്നതായിരിക്കും ഇതിന് അക്രോസിനായിട്ടുള്ള ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ട് ഉണ്ടാവുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 8നേക്കാൾ കൂടുതലായിരിക്കും. കാര്യം ചാർജ് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ കിട്ടേണ്ട ആൻസർ കൃത്യമായി 8നേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കറണ്ട് വേണം. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? E/R എന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്താൽ മുന്നോട്ട് പോവാം. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്കിനി നോക്കണം, ഇതിനകത്ത് ടോട്ടൽ EMF എത്രയാണ് ഉണ്ടാവുന്നത്. ഇതിനകത്ത് 2 സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 2 സെല്ല് നമ്മൾ കോമ്പിനേഷൻ ഓഫ് സെല്ല് കണക്ട് ചെയ്തിരിക്കുന്ന പോലെ അല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവും വരുന്ന രീതിയിലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസും ബാറ്ററിയുടെ കറണ്ടിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസുമാണ്. അപ്പൊ 2 കറണ്ടും പോകുന്ന 2 വ്യത്യസ്ത ഡയറക്ഷനുകളിലാണ്. അങ്ങനെ 2 ഡയറക്ഷനിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വലിയ സെല്ലിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത്. മാത്രമല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? രണ്ടും കൂടെ കുറയ്ക്കുന്നതിന് തുല്യവുമായിരിക്കും. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 - 8 ആയിരിക്കും, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. രണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15.5 + 0.5 എന്ത് കിട്ടും? 112 ഡിവൈഡഡ് ബൈ 16. 112 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 എന്ന് വരും. 7 കണ്ടുപിടിച്ച കറണ്ട് ആയതുകൊണ്ട് 7 ആംപിയർ. ജോലി കഴിഞ്ഞില്ലേ? എങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ഡിഫറൻസ് അക്രോസ് 15.5 ഓം. എത്രയാണ്? V = IR ഇക്വേഷൻ പ്രകാരം കറണ്ട് I ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് 15.5 എത്ര കിട്ടും? 15.5 × 7 ചെയ്ത് കഴിഞ്ഞാൽ 108.5. 108.5 കണ്ടുപിടിച്ച പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് വോൾട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 120 നിന്നും 108.5 ഇവിടെ പോയി. ബാക്കിയാണല്ലോ ഇതിന് അക്രോസ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്തെഴുതാം? PD അക്രോസ് ബാറ്ററി. PDS ക്രോസ് ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നമുക്ക് പറയാൻ പറ്റും? ഇതിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. മൊത്തം 120 ആണ്. 120 നിന്നും 108.5 കുറയ്ക്കുന്ന എത്ര കിട്ടും നമുക്ക്? കിട്ടുന്ന ആൻസർ എന്തായാലും 8നേക്കാൾ വലുതുമായിരിക്കും. കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 120 11.5 വോൾട്ട് എന്ന് കിട്ടും. ആൻസർ നമുക്ക് കിട്ടി. ഇനിയും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ട്വിസ്റ്റുകൾ ഉണ്ടാവാം ഇതിൽ. വാട്ട് ഈസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സെൽ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, വിത്തൗട്ട് കൺസിഡറിങ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ബാറ്ററി മൊത്തത്തിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിങ്ങളുടേതായ വഴിയിലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്തെത്തിക്കാൻ പറ്റും. ഇതിപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിച്ച് പോകുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ചെയ്തു പോയിട്ടുള്ളത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.